എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീജിനി രജീഷ്. ഇന്നത്തെ എൻ്റെ ചുരിദാർ സ്റ്റിച്ചിങ്ങിലത്തെ 4th ക്ലാസ്സാണ്. ടൈലറിങ് ക്ലാസ് 4ാമത്തെ ക്ലാസ്സാണ്. അതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? അതായത് ചുരിദാറിൻ്റെ സ്ലിറ്റ് അടിക്കുന്നത്. ഇത് സ്ലിറ്റ് അടിക്കുന്നതാണ് ഏറ്റവും എന്താ പറയുക വിഷമം പിടിച്ചിട്ടുള്ളൊരു സംഭവം. എത്ര അടിച്ചാലും എങ്ങനെ അടിച്ചാലും പഠിക്കാൻ ഫസ്റ്റിൽ പോകുന്ന ആൾക്കാർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് സ്ലിറ്റ് അടിക്കുന്നതാണ്. കാരണം ഇത് അടിച്ചതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരില്ല, വളഞ്ഞു പൊളഞ്ഞു പോകും. പിന്നെ ഇത് വലിച്ചടിച്ച് കഴിഞ്ഞാൽ ഒരു ആകെ വളഞ്ഞ് അങ്ങനെയായി. അപ്പോൾ ഞാനിന്ന് അതിനുള്ള നല്ല അടിപൊളി ട്രിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ ക്ലാസ്സിലേക്ക് കണ്ടോളൂ. അപ്പോൾ നമ്മളിന്ന് ആ ക്ലാസ്സാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. ഓക്കെ, അതായത് സ്ലിറ്റ്, ചുരിദാറിൻ്റെ സ്ലിറ്റ് എങ്ങനെ ഈസി ആയി. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. ഇതിപ്പോൾ ഇവിടെ നമ്മുടെ ഇവിടെ പഠിക്കാൻ വന്ന കുട്ടീനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങനെയാണ്. പിന്നെ ഇത് 2-3 പ്രാവശ്യം ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, ബൈ. അപ്പോൾ നമ്മളിതാ ഇവിടെ നിന്ന് 1 ഇഞ്ച് ഇങ്ങോട്ട് എടുത്തിട്ട് അത് അതേപോലെ ഇവിടെ നേരെ താഴെ വരെ വരച്ചു. എന്നിട്ട് അതിൻ്റെ ഒരു ലൈൻ വരച്ചിട്ട് അതിൻ്റെ മേലെ കൂടെ അടിച്ചു. ഓക്കെ, ഇനി എന്താ നമ്മൾ ചെയ്യുന്നത്? ഒന്ന് ചെയ്തേ. ഇതാദ്യം ഇങ്ങനെ ഇടണം. ഇങ്ങനെ ഇട്ടു. ഓക്കെ, ഇനി എന്താ നമ്മൾ ചെയ്യുക? ഓക്കെ, മടക്കി വെച്ചു. ഇനി നമ്മൾ പതിച്ചടിക്കണം. ഇത് ഫുള്ളായിട്ട് നമ്മൾ മടക്കിയെടുത്തു. പതിച്ചടിക്കുക. പല്ല് എങ്ങനെ വയ്ക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? പല്ല് നടുക്കല്ല. ഓക്കെ, അപ്പോൾ ഇതാ പല്ല് ഇവിടേക്കല്ല, ഇവിടെ വയ്ക്കാൻ പറഞ്ഞത് ഇങ്ങോട്ട് ഇറക്കി വെക്കണം. പല്ല് ഇതാ ഇതിൻ്റെ ഈ പല്ല് ഇതിൻ്റെ ഇത് കൂടെ ഇങ്ങനെ വരണം. ഇത് ഈ പല്ല് ഇങ്ങോട്ട് കയറി വരരുത്. ഓക്കെ, മനസ്സിലായില്ലേ? ഞാൻ ഒന്ന് അടിച്ച് നോക്കട്ടെ. നമ്മൾ പതിച്ചടിക്കാൻ പോവാണ് കേട്ടോ. എങ്ങനെ ഉണ്ടാവും നോക്കാം. നമ്മുടെ ഇവിടെ സ്റ്റുഡൻസ് പഠിക്കാൻ വരുന്ന കുട്ടിയാണ്. അവൾക്ക് അധികം അറിയില്ല. ഫുള്ളായിട്ട് അപ്പോൾ ഇവളിതാ ആദ്യം ഇത് കണ്ടോ, ആൾ അത്ര കണ്ട് അടിക്കാൻ പഠിച്ച് തുടങ്ങണേ ആൾ. അവൾക്ക് എത്ര പറഞ്ഞിട്ടും ഇത് അറിയുന്നില്ല സ്ലിറ്റ് അടിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ഇതാ നമുക്ക് കറക്റ്റായിട്ട് അവൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിലും ഈ സ്റ്റിച്ച് നമ്മൾ ഇത് പറഞ്ഞ പോലെ അടിച്ചപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് പതിച്ചടി. അപ്പോൾ ഇതുപോലെ നിങ്ങളും ചെയ്യണം കേട്ടോ. ഓക്കെ, സ്റ്റോപ്പ്. സൂചി ഇറക്കി നിർത്ത്. കെട്ടിട്ടില്ല, അത് വേണ്ട. കുത്തി നിർത്തി. എന്നിട്ട് അത് പൊക്ക്. എന്നിട്ട് തിരിച്ചു. എങ്ങോട്ടാണ് തിരിക്കുന്നത്? അങ്ങോട്ടാണോ തിരിക്കുന്നത്? ഇങ്ങോട്ട് തിരിക്കുക. ഓക്കെ, എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഈ ഭാഗം മടക്ക്. ഇതാ നിങ്ങൾക്ക് ഇവിടെയല്ലേ പ്രശ്നം വരുന്നത്. അപ്പോൾ നമ്മൾ ഇതാ ഇങ്ങനെ ഈ നൂലിൻ്റെ ഇവിടേക്ക് ഇത് മടക്കി. ഓക്കെ, എന്നിട്ട് നേരെ ഇങ്ങോട്ട് മടക്കുക. പിന്നെ ഒരേ വീതി വരണം. നിങ്ങൾക്ക് എപ്പോഴും മിസ്റ്റേക്ക് വരുന്നത് ഒരേ വീതി അല്ല വരുന്നത്. ഒരേ വീതിക്ക് വരണം. ഓക്കെ, ഇപ്പം ശരിയായി. ആ നൂലിൻ്റെ മേലേക്ക് ആദ്യം ഒന്ന് മടക്കിയത് ഇങ്ങോട്ട് എത്തുക. ഓക്കെ, പിന്നെ നമ്മളിതാ ഇവിടെ കെട്ടിട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമുക്ക് സ്ലിറ്റ് ഓപ്പൺ വരിക.
അപ്പോൾ അതിൻ്റെ തൊട്ട് മുകളിൽ ഒരു 1/2 ഇഞ്ച് മുകളിലേക്കായിട്ട് ചതുരത്തിൽ ഇവിടം വരെ അടിച്ചെടുക്കുക. ഞാൻ അടിച്ചു. നമ്മൾ സൂചി അവിടെ താത്തി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ തുണിയിൽ? സൂചിയൊക്കെ പുറത്തേക്ക് എത്തിക്കണം. ആ സൂചി അവിടെ താത്തി വെക്കണം. ഓക്കെ. അവിടെ എത്തുമ്പോൾ വീണ്ടും ബാക്കിക്ക് പോരുത്. ഇനി അത് പൊക്ക്. തിരിച്ച് തിരിച്ചു. ഇനി നേരെ ഇനി അത് താത്ത്. ഓക്കെ. ഇനി നേരെ അടിച്ചു. അപ്പോൾ ഇതാ അടിച്ച് കഴിയാറായിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇതാ നമ്മൾ ഇത് ഇങ്ങനെയല്ലേ കൂട്ടി അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അഴിച്ചപ്പോൾ നല്ല അടിപൊളി സ്ലിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, കണ്ടോ? അപ്പോൾ സ്റ്റിച്ചിങ് അറിയാത്ത ആൾക്കാർക്കും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഇവിടെ പഠിക്കാൻ വന്നിട്ടുള്ള ഒരു കുട്ടി അടിച്ചതാണ് കേട്ടോ. അപ്പോൾ ആൾക്കിത് എത്ര അടിച്ചിട്ടും റെഡി ആവണില്ല പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോൾ നോക്ക്, പക്കയായില്ലേ? ഓക്കെ. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. ഇതിപ്പോൾ ഇവിടെ നമ്മുടെ ഇവിടെ പഠിക്കാൻ വന്ന കുട്ടീനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങനെയാണ്. പിന്നെ ഇത് 2-3 പ്രാവശ്യം ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, ബൈ.